ഹലോ ഗേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫാസിൽ ഗെയിമിംഗ്. അപ്പം ഞാൻ വന്നിരിക്കുന്ന നാളെ വരുന്ന അപ്ഡേറ്റിനെ കുറിച്ചാണ് ഗൈസ്. മെയിൻ്റെനൻസ് ആണല്ലോ നാളെ, എല്ലാവർക്കും അറിയാമല്ലോ ഗൈസ്. അപ്പോൾ നാളെ ഒന്നാമത്തെ കാര്യം പറയാനുള്ളത് നാളെ എന്തായാലും ടി സുഭാഷ് അക്രമേഷൻ വോളിയം 2 ചിലപ്പം നെയ്മറും വേറെ ആരൊക്കെയോ വരും കേട്ടോ ഗൈസ്. വോളിയം 2 ഇറങ്ങാൻ ഇനി 14 ദിവസം കൂടെ ഉണ്ട് കേട്ടോ ഗൈസ്. ഞാൻ വെറുതെ കാണിച്ചാണ്. അപ്പോൾ ചിലപ്പോൾ നാളെ നെയ്മറിനെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഗൈസ്. അടുത്തത് പറയാനുള്ളത് പുതിയ ഡാറ്റാബേസിൽ ആഡ് ചെയ്ത കുറച്ച് പ്ലെയേഴ്സിനാണ് ഗൈസ്. അപ്പോൾ കുറച്ചേ ഞാൻ പറയുന്നുള്ളൂ ഗൈസ്. അപ്പോൾ ഒന്നാമത്തെ പാർലോറാണ് ഗൈസ്, എപ്പിക്കാറുണ്ട് പാർലോർ. പിന്നെ സെക്കൻഡ് ബുസ്കറ്റ്സ് ആണ് ഗൈസ്, FC ബാഴ്സലോണിൻ്റെ. പിന്നെ ഒന്ന് പറയാനുള്ളത് ഇറ്റാലിയൻ ക്ലബ് ഗൈസ്, ഫിയോറാണ് ഗൈസ്. അടുത്തത് പറയാനുള്ള അബിയാത്തി AC മിലാൻ്റെ ഗൈസ്. ഓക്കെ. പിന്നെ എഡിൻ സിക്കോ ഗൈസ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ എപ്പിക് കാർഡ് ഗൈസ്. പിന്നെ ഇതൊക്കെ ഒരു റൂമറാണ് ഗൈസ്. ക്രിസ്ത്യാനോ റൊണാൾഡോ, അർജീൻ റോബൻ, പിന്നെ ആൻഡ്രിയാനോ, ഇവർ 3 പേരായിട്ട് ഒരു പാക്ക് ചിലപ്പം വരും എന്ന് പറയുന്നുണ്ട് ഗൈസ്. ഇതൊന്നുമില്ല, ഇതൊക്കെ ഒരു റൂമറായിട്ട് മാത്രം നിങ്ങൾ എടുക്കുക. ഓക്കെ. അടുത്തത് തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു ഇതാണ് ഗൈസ്, ക്രിസ്ത്യാനോ റൊണാൾഡോ, റോണി, പിന്നെ നാനി ഗൈസ്. ഇവൻ്റെ ഒന്ന് വരുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു വന്നാൽ അടിപൊളിയാവും. പക്ഷേ കൊനോമി ഗൈസ് കൊണ്ടുവരുമോയെന്ന് അറിയില്ല. അപ്പോൾ ഇതൊക്കെ വന്നാൽ നന്നായി എല്ലാവരും എടുക്കും. പിന്നെ അടുത്തത് നമ്മുടെ പ്രഡിക്ഷനാണ് ഗൈസ്, POTW നാളെ വരാനുള്ള പ്രഡിക്ഷനാണ് ഗൈസ്. ഒന്നാമത് തന്നെ പറയാനുള്ളത് പാൾമറാണ് കേട്ടോ ഗൈസ്. ഒന്നാമത് പാൾമർ. പിന്നെ ഗ്രീസ്മാന് നല്ലൊരു കംബാക്ക് നടത്തിയിരുന്നു ഗൈസ്, 2 ഗോള്. പിന്നെ ഗുള്ളർ 1 ഗോള് ഗൈസ്. പിന്നെ ഡേവിഡ് 2 ഗോളും 1 അസിസ്റ്റും ഗൈസ്. പിന്നെ ഇന്റർ മിലാൻ്റെ ഹെർണിക് അങ്ങനത്തെ ഒരു പ്ലെയർ 2 അസിസ്റ്റ് ഗൈസ്. പിന്നെ RMF ആയിട്ട് ബറിയാൻ എന്നുള്ളൊരു പ്ലെയർ ഗൈസ്. ഓക്കെ. പിന്നെ അടുത്തത് മിലോനോവിക് 1 ഗോള് ഗൈസ്. പിന്നെ അടുത്തത് കെസ്പർ സ്മിച്ചക്കിളാണ് ഗൈസ്. അപ്പോൾ GK അതും ഒരു സേവ് നടത്തിയിട്ടുണ്ട് ഗൈസ്, 9 സേവ് നടത്തിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്. പിന്നെ ഒരു CB, പിന്നെ ഒരു LMF കാർഡ് ഗൈസ്. പിന്നെ അലക്സ് ഒക്സാഡ് പറഞ്ഞിട്ടുള്ളൊരു പ്ലെയർ ഗൈസ്. ഓക്കെ. അപ്പോൾ പ്രഡിക്ഷൻ പറയാൻ ഇതൊക്കെയാണ് ഉള്ളൂ ഗൈസ്. പ്രത്യേകിച്ചൊന്നും നാളെ വരുന്നു തോന്നുന്നില്ല. പിന്നെ നമുക്ക് ഇപ്പം എന്തായാലും ഈ ഫിഫ നടക്കണ്ടല്ലോ ഗൈസ്, എല്ലാവരും അത് പോയി കാണുക. പിന്നെ നമ്മുടെ ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളൊരു പ്ലെയറൊക്കെ ഇതിലുണ്ട് ഗൈസ്. അപ്പോൾ 2 ദിവസം മുമ്പ് കളിയുന്നു. പക്ഷെ ഇന്നലെ 3 കളി തോറ്റെങ്കിലും കുഴപ്പമില്ല ഗൈസ്, നല്ല ഗോൾ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ ഗൈസ്, സപ്പോർട്ട് ചെയ്യുക ഗൈസ് എല്ലാവരും. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുമായിരിക്കും. എല്ലാവരും ബൈ ഗൈസ്.